തുടർച്ചയായ മൂന്നാം വർഷവും മലയാള സിനിമയുടെ മികച്ച താരവും നടനും മലയാളത്തിന്റെ സ്വന്തം മഹാനടൻ മമ്മൂട്ടി തന്നെയാണ്. 73-ാം വയസ്സിലും മലയാള സിനിമയുടെ നെടുന്തൂണായി നിൽക്കുന്ന ഒരേ ഒരു നടൻ മമ്മൂട്ടി തന്നെയാണ് എന്ന് വീണ്ടും തെളിയിച്ച ഒരു വർഷം കൂടിയാണ് 2024. 2022, 2023, 2024 എന്നീ 3 വർഷങ്ങളും തുടർച്ചയായി മമ്മൂട്ടി തന്നെയാണ് മലയാളത്തിന്റെ മികച്ച നടനും താരവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഫാൻ ബേസ് ഇല്ലാതെ സിനിമ ആസ്വദിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം കൂടിയാണ്. മമ്മൂട്ടി സിനിമകൾ 100 കോടി ക്ലബിൽ കയറിയില്ല എങ്കിലും കൺസിസ്റ്റന്റായി മികച്ച ചിത്രങ്ങളാണ് മമ്മൂട്ടി എന്ന നടൻ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ വന്ന സിനിമകളിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അത് മനസ്സിലാകും എന്ന് കരുതുന്നു. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വർഷം 2022. മമ്മൂട്ടി അഭിനയിച്ചത് 5 സിനിമകളിലാണ്. അതിൽ 4 സിനിമകൾ തിയേറ്റർ റിലീസും 1 സിനിമ OTT റിലീസുമായിരുന്നു. തിയേറ്റർ റിലീസായ 4 സിനിമകളിൽ 1 സിനിമയിൽ മമ്മൂട്ടി കാമിയോ റോളിലാണ് എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി തിയേറ്ററിൽ വന്നത് 3 സിനിമകളായിരുന്നു. കോവിഡിന് ശേഷം തിയേറ്റർ ഉടമകൾ മികച്ച സിനിമകളില്ലാതെ വിഷമിക്കുന്ന സമയത്തായിരുന്നു 2022 മാർച്ച് 3 അമൽ നീരദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി സിനിമ ഭീഷ്മപർവം റിലീസായത്. ആദ്യ ഷോ മുതൽ എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച സിനിമ കാണാൻ തിയേറ്ററുകളിൽ യൂത്ത് ഓഡിയൻസ് മുതൽ കുടുംബ പ്രേക്ഷകർ വരെ ഇടിച്ചു കയറാൻ തുടങ്ങി. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ആദ്യമായിട്ടാണ് തിയേറ്ററുകളിൽ ഇത്ര വലിയ ജനത്തിരക്ക് കണ്ടത്. തിയേറ്റർ ഉടമകൾക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകുന്ന ഒരു സിനിമയായിരുന്നു ഭീഷ്മപർവം. ആ സമയത്ത് പല തിയേറ്റർ ഉടമകളും അവരുടെ സന്തോഷം പങ്കുവച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടതാണ്. ഭീഷ്മപർവം മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പണംവാരി സിനിമയാകുകയും ചെയ്തു. IMDb നൽകുന്ന കണക്ക് പ്രകാരം ചിത്രം 87.65 കോടി രൂപയാണ് ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയത്. ഭീഷ്മപർവത്തിന്റെ ടോട്ടൽ ബിസിനസ് 115 കോടിക്ക് മുകളിലാണ്. ചിത്രം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. 2022 അടുത്തതായി റിലീസായത് CBI സീരീസിന്റെ 5ാം ഭാഗമാണ്. മെയ് 1 CBI 5 ദ ബ്രെയിൻ റിലീസായത്. ചിത്രത്തിന്റെ സമ്മിശ്ര പ്രതികരണമാണ് ആദ്യം വന്നത് എങ്കിലും ഫാമിലി പ്രേക്ഷകർ ഈ ചിത്രം കാണാൻ തിയേറ്ററുകളിലേക്ക് വരാൻ തുടങ്ങിയതോടുകൂടി ചിത്രം വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഫാമിലി പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരനാണ് സേതുരാമയ്യർ. SN സ്വാമിയുടെ തിരക്കഥ അത്ര നിലവാരമില്ലാത്തത് കൊണ്ടാണ് ഇതിലും വലിയ വിജയമാകേണ്ടിയിരുന്ന ചിത്രം ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുങ്ങേണ്ടി വന്നത്. ചിത്രത്തിന്റെ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 37 കോടി രൂപയായിരുന്നു. 2022 മെയ് 23 രത്തീന എന്ന പുതുമുഖ സംവിധായക ചെയ്ത പുഴു OTT റിലീസായി. പുഴു മമ്മൂട്ടിയുടെ ആദ്യ OTT സിനിമ കൂടിയായിരുന്നു. ചിത്രത്തിന്റെ പ്രമേയം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകർക്കിടയിൽ നിന്നും സിനിമാ നിരൂപകർക്കിടയിൽ നിന്നും വളരെ വലിയ പ്രശംസയാണ് ചിത്രം ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ 2024 സിനിമയുടെ പ്രമേയത്തെ ചൊല്ലി വലിയ വിവാദങ്ങൾ നടന്നത് നമ്മൾ കണ്ടതാണ്. 2022 ഒക്ടോബർ 7 മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്കിങ്ങും പ്രമേയവുമായി റോഷാക്ക് തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന്റെ ആദ്യ ഷോ മുതൽ തന്നെ ഗംഭീര അഭിപ്രായമാണ് നേടിയെടുത്തത്. തിയേറ്ററുകളിൽ വലിയ വിജയമായ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അഭിനയവും വളരെയധികം പ്രശംസ നേടിയെടുത്തതായിരുന്നു. മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച സിനിമ കൂടിയായിരുന്നു റോഷാക്ക്. അന്നു മുതൽ മമ്മൂട്ടി കമ്പനി വ്യത്യസ്ത പ്രമേയമുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം 40 കോടിക്ക് മുകളിൽ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. 2022 ജൂൺ 24 റിലീസായ ഷറഫുദ്ദീൻ നായകനായ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന സിനിമയിൽ മമ്മൂക്ക ക്യാമിയോ റോളിൽ എത്തിയിരുന്നു. 2022 3 മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററും ഒരു ഹിറ്റും ഒരു സൂപ്പർ ഹിറ്റും നേടി 2022 സ്റ്റാർ ആയത് മമ്മൂട്ടി തന്നെയായിരുന്നു. ഇനി 2023 സിനിമകളിലേക്ക് വരാം. മമ്മൂട്ടിയുടെ 4 മലയാള സിനിമകളാണ് 2023 തിയേറ്ററുകളിൽ എത്തിയത്. ജനുവരി 19, 2023 മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച അടുത്ത സിനിമ തിയേറ്ററുകളിൽ റിലീസായി. അതെ, ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മമ്മൂട്ടി സിനിമ നൻപകൽ നേരത്ത് മയക്കം. പ്രേക്ഷകരെ അത്ഭുതങ്ങളുടെ കൊടുമുടിയിൽ എത്തിച്ച ഈ ചിത്രം മമ്മൂട്ടിക്കും LJPയ്ക്കും വലിയ പൂച്ചെണ്ടുകളാണ് സമ്മാനിച്ചത്. തിയേറ്ററുകളിൽ റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ 27ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം 2022 ഡിസംബർ 12 പ്രദർശിപ്പിക്കുകയും വലിയ അഭിപ്രായങ്ങളും പ്രേക്ഷക പ്രതികരണവും നേടിയെടുത്ത ശേഷമായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. എങ്കിലും വലിയ തോതിൽ തന്നെ എല്ലാത്തരം പ്രേക്ഷകരും തിയേറ്ററുകളിൽ എത്തുകയും സാമ്പത്തിക വിജയം നേടുകയും ചെയ്ത ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം. 2023 മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും ഈ സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ലഭിച്ചു. 2023 ഫെബ്രുവരി 9 ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ തിയേറ്ററുകളിൽ എത്തി. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ബി ഉണ്ണികൃഷ്ണൻ
ഉണ്ണികൃഷ്ണന്റെ മേക്കിംഗ് മികച്ചതായിരുന്നു എങ്കിലും ഉദയകൃഷ്ണന്റെ തിരക്കഥ അത്രയും മികച്ചതായിരുന്നില്ല. ചിത്രത്തിലെ പ്രമേയം കൊണ്ട് ഫാമിലി പ്രേക്ഷകർക്കിടയിൽ ചിത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ തിയേറ്ററുകളിൽ നിന്നും ആ ബഡ്ജറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയാത്തതിനാൽ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. 2023 സെപ്റ്റംബർ 28-നാണ് നവാഗത സംവിധായകൻ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടി കമ്പനിയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. വലിയ പബ്ലിസിറ്റിയോ പ്രൊമോഷനോ ഇല്ലാതെ വന്ന ചിത്രത്തിന് ആദ്യ ഷോ മുതൽ തന്നെ എല്ലായിടത്തു നിന്നും ഗംഭീര അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു. അതോടുകൂടി ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായി. മമ്മൂട്ടി അവതരിപ്പിച്ച ASI ജോർജിനെ ഒരു പ്രേക്ഷകരും മറക്കില്ല എന്ന് ഉറപ്പാണ്. എല്ലാം ഒത്തിണങ്ങിയ ഒരു മികച്ച സിനിമ അനുഭവമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. 83 കോടി ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ കണ്ണൂർ സ്ക്വാഡ് 2023 സൂപ്പർ സ്ക്വാഡായി മാറി. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്തു. 2023 നവംബർ 23-ന് തിയേറ്ററുകളിൽ എത്തിയ സിനിമയായിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോർ. ഏതൊരു നടനും അഭിനയിക്കാൻ ഒന്നും മടി കാണിക്കുന്ന റോളിൽ മമ്മൂട്ടി എന്ന ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ അഭിനയിച്ച് വൻ വിജയം നേടിയെടുത്ത സിനിമയായിരുന്നു കാതൽ ദിക്കോർ. ചിത്രത്തിൽ പറഞ്ഞ പ്രമേയം വലിയ ചർച്ചയായി. ഇന്ത്യൻ സിനിമയിൽ എന്ന് വേണ്ട, ലോക സിനിമയിലെ നിരൂപകർ വരെ ചിത്രത്തെ പ്രശംസിച്ചു, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ അഭിനയത്തെ. കാതൽ ദിക്കോറിലെ മാത്യു ദേവസി എന്ന കഥാപാത്രം അത്രയ്ക്കും പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു മമ്മൂട്ടി കഥാപാത്രമായിരുന്നു. ജ്യോതികയുടെ ഓമനയും ഒരു വിങ്ങലായിരുന്നു പ്രേക്ഷകരുടെ മനസ്സിൽ. ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനിയായിരുന്നു. അതെ, മമ്മൂട്ടി കമ്പനിയിൽ നിന്നൊരു മറ്റൊരു വ്യത്യസ്ത സിനിമയായിരുന്നു കാതൽ ദിക്കോർ. 2023 IFFKയിൽ പ്രദർശിപ്പിച്ച കാതൽ ദിക്കോർ പ്രേക്ഷകർക്കിടയിൽ നിന്ന് മാത്രമല്ല, സിനിമാ നിരൂപകർക്കിടയിൽ നിന്നും വിദേശ ഡെലിഗേറ്റുകൾക്കിടയിൽ നിന്നും പ്രശംസ ഏറ്റുവാങ്ങി എന്ന് വേണം പറയാൻ. 2023 4 മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററും 2 ഹിറ്റും ഒരു ഫ്ലോപ്പ് സിനിമയുമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഒരു സ്റ്റേറ്റ് അവാർഡും. അങ്ങനെ 2023 നടനും താരവും മമ്മൂട്ടി തന്നെയായിരുന്നു. ഇനി 2024 വന്നാൽ 3 മമ്മൂട്ടി സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസായത്. 2024 ജനുവരി 11-ന് റിലീസായ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയറാം ചിത്രമായ എബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടി ഒരു പ്രധാന വേഷത്തിലെത്തി. ചിത്രം ആദ്യ ഷോ മുതൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു തുടങ്ങി. എബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടി ചെയ്ത ക്യാരക്ടർ മറ്റൊരു നടൻ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വിജയമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മികച്ച സ്വാഗും സ്ക്രീൻ പ്രസൻസും പെർഫോമൻസുമാണ് മമ്മൂട്ടി എബ്രഹാം ഓസ്ലറിൽ കാഴ്ചവെച്ചത്. എബ്രഹാം ഓസ്ലറിലൂടെ ജയറാമിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ലഭിച്ചു. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തത്. 2024 ഫെബ്രുവരി 15-ന് മലയാള സിനിമയ്ക്ക് ഒരു ചരിത്രം പിറന്ന ദിവസമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാള സിനിമ മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററുകളിൽ എത്തി. അതും വെറും 3 കഥാപാത്രങ്ങൾ മാത്രം പ്രധാനമായുള്ള സിനിമ. അതെ, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി കൊടുമൺ പോറ്റിയായി ലോകം മുഴുവൻ കയ്യടി നേടിയ ബ്രഹ്മയുഗം. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി. ആദ്യ ഷോ മുതൽ തന്നെ ചിത്രത്തിന് എല്ലായിടത്തു നിന്നും ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചിരുന്നത്. പിന്നീട് ചിത്രം കാണാൻ തിയേറ്ററുകൾ നിറയാൻ തുടങ്ങി. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന ഒരു സ്ലോ പേസ് സിനിമയായിട്ടും ചിത്രത്തിലെ അഭിനയം കൊണ്ടും മേക്കിംഗ് കൊണ്ടും ജനങ്ങൾ ചിത്രത്തെ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മികച്ച ക്വാളിറ്റി സിനിമയായിരുന്നു ബ്രഹ്മയുഗം. ബ്രഹ്മയുഗവും കൊടുമൺ പോറ്റിയും ലോകം മുഴുവൻ ചർച്ചയായി. 2024 ബ്രഹ്മയുഗത്തെ വെല്ലുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ഉള്ള സിനിമ മലയാളത്തിൽ വന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയെ വെല്ലുന്ന ഒരു അഭിനയം 2024 മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ധാരാളം അവാർഡുകൾ കൊടുമൺ പോറ്റിയെ തേടി എത്തും എന്ന് ഉറപ്പാണ്. ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ കളികൾ നടന്നില്ല എങ്കിൽ മാത്രം. 60 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയ പ്രമേയം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 2024 മെയ് 23-ന് വൈശാഖ് മമ്മൂട്ടി ടീമിന്റെ ആക്ഷൻ സിനിമ ടർബോ തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന് ആദ്യ ഷോ മുതൽ തന്നെ ഗംഭീര അഭിപ്രായമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. മമ്മൂട്ടിയുടെ ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ കൊണ്ടും വൈശാഖിന്റെ ചടുലമായ മേക്കിംഗ് കൊണ്ടും ചിത്രം മികച്ച ദൃശ്യ അനുഭവമായി. 73-ാം വയസ്സിലും ഇമാതിരി ഗംഭീര ആക്ഷൻ സിനിമകളിൽ അഭിനയിക്കുന്ന മമ്മൂക്കയെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയായിരുന്നു ടർബോ. കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 2024 ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിരുന്നു ടർബോ. മഴ പ്രതികൂലമായി നിന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്ന് വേണം പറയാൻ. ടർബോയുടെ യഥാർത്ഥ ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ല. IMDb ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രകാരം ചിത്രം 73 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ടർബോ മമ്മൂട്ടിയുടെ വക അടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു.
അതെ, 2024 മികച്ച അഭിനയം കൊണ്ടും മികച്ച പ്രകടനം കൊണ്ടും മമ്മൂട്ടി 2024 മികച്ച താരവും മികച്ച നടനും എന്ന പദവിക്ക് അർഹനായിരിക്കുകയാണ്. തന്റെ അഭിനയത്തിന്റെ ഗ്രാഫിന്റെ പൊസിഷൻ ഒരുപാട് മുകളിലേക്ക് ഉയർത്തിയ മമ്മൂട്ടി 2025 ഒരുപാട് പ്രതീക്ഷകൾക്ക് വഴി നൽകുന്ന ഒരുപടി ചിത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതും ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന ചിത്രങ്ങളുമുണ്ട്. ഇവയെല്ലാം മികച്ച വിജയങ്ങൾ നേരട്ടെ എന്ന് ആശംസിക്കുന്നു. 2024 ഉൾപ്പെടെ തുടർച്ചയായ 3 വർഷത്തെ ആക്ടർ ആൻഡ് പെർഫോമർ, നടനും താരവും മമ്മൂട്ടി തന്നെ എന്നുള്ളതിൽ തർക്കമില്ല. 2025 അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. മമ്മൂട്ടിയിൽ നിന്നും ഒരുപടി മികച്ച വ്യത്യസ്ത ചിത്രങ്ങൾക്കായി കാത്തിരിക്കാം. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റ് സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.